ഹായ് ഫ്രണ്ട്സ്, ചോറിന് കൂട്ടാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള രുചികരമായ 2 മത്തങ്ങ റെസിപ്പീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കറിയാവുന്നതുപോലെ സാധാരണ നമ്മൾ മത്തങ്ങ സാമ്പാറിലിടും അല്ലെങ്കിൽ എരിശ്ശേരി ഉണ്ടാക്കും അല്ലേ. ഇത് കൂടാതെ തന്നെ ഒരുപാട് മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് നമുക്കുണ്ടാക്കാം. ഒരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ വേറെ ഒന്നും തന്നെ വേണ്ട കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഈ മത്തങ്ങ കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടിയും മത്തങ്ങ തോട് കൊണ്ടുള്ള കൊണ്ടാട്ടവും മാത്രം മതി. അപ്പോൾ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ ഉണ്ടാകും. നമ്മളതിൻ്റെ തോലെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. മത്തങ്ങയുടെ തോല് ചെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും കയ്യിൽ പിടിച്ച് ചെത്തരുത് കേട്ടോ. നമ്മളിതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണം തോല് നമ്മൾ കളയാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒത്തിരി ചെറുതാക്കേണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്ക് മത്തങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. മത്തങ്ങയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് അല്ലേ. മത്തങ്ങ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ്, നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ്. മത്തങ്ങ നമ്മളിതാ ചെറുതാക്കി അരിഞ്ഞ് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു 10-20 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പച്ചമുളക് നമുക്കിത് ഇതുപോലെ ഒന്ന് 4ആക്കി കട്ട് ചെയ്ത് വെക്കാം. സവാളയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലും നമുക്കിതൊന്ന് അരിഞ്ഞു വെക്കാം. ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ചതച്ചെടുത്ത ഉള്ളി നമുക്ക് ഇവിടെ മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. സവാള ഒന്നങ്ങോട്ട് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊട്ടുകടല നമുക്കൊരു 50 ഗ്രാം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് ഈ സവാളയും ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും പൊട്ടുകടലയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് പാകത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. മത്തങ്ങയിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇതുപോലെ തന്നെ ആവിയിൽ നമുക്ക് വെന്ത് കിട്ടും. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് അതിനകത്ത് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പ് പോരായുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള മത്തങ്ങ മെഴുക്ക് വരട്ടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ മത്തങ്ങയുടെ തോല് നമുക്ക് കളയണ്ട കേട്ടോ. നല്ലോണം ഉപ്പും വിനാഗിരിയുള്ള വെള്ളത്തിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മത്തങ്ങയുടെ തോല്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. മത്തങ്ങ തോല് കൊണ്ടാട്ടം ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് നല്ല കരികരാന്ന് കടിച്ച് കഴിക്കാവുന്ന ഒരു വിഭവമാണ് മത്തങ്ങ തോല് കൊണ്ടുള്ള കൊണ്ടാട്ടം. അപ്പോൾ നമ്മൾ ആ മത്തങ്ങയുടെ തോലും കളഞ്ഞിട്ടില്ല, അതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ സ്പൂണിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങയുടെ തോല് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മത്തങ്ങയുടെ തൊണ്ടിൽ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലോട്ട് ഇതൊന്ന് മാറ്റി ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്.
ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏത് ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മത്തങ്ങ തോല് നല്ലപോലെ ഫ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അങ്ങനെ നമ്മൾ കൊണ്ടാട്ടമൊക്കെ വറുക്കുന്നത് പോലെ തന്നെ നല്ലപോലെ ഫ്രൈ ആക്കിയതായി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മത്തങ്ങയുടെ തോല് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരു അരിപ്പ കയ്യിൽ ഉപയോഗിച്ച് ഒരു അരിപ്പ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂവിലേക്കോ നമുക്കിത് കോരി വയ്ക്കാം. അപ്പോൾ അതിൽ എണ്ണയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. എണ്ണയൊക്കെ പോയി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മത്തങ്ങ തോല് കൊണ്ടുള്ള കൊണ്ടാട്ടം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഒന്നും കറിയില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം. വേറെ ഒന്നും വേണ്ട കേട്ടോ. മത്തങ്ങ മെഴുക്ക് വരട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കൊണ്ടാട്ടവും നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ എനിക്ക് ചോറിന് വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ മത്തങ്ങ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ കൊണ്ടാട്ടം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ രുചികരമായ മത്തങ്ങ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ മത്തങ്ങ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. മത്തങ്ങ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും ബിപിയും ഷുഗറൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഫാറ്റുള്ളവർക്ക് ഫാറ്റ് കുറയ്ക്കാനും മത്തങ്ങ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും നമ്മുടെ അനുദിന ഭക്ഷണക്രമത്തിൽ മത്തങ്ങ ഏത് രീതിയിലും പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. കഴിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ ചോറിൽ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊണ്ടാട്ടം, അതുപോലെ തന്നെ മത്തങ്ങ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ബെൽ ഐക്കൺ കൂടി കാണും. അതും കൂടി ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.